പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തുമുഖേനയും വീഡിയോ സന്ദേശത്തിലൂടെയും ആഹ്വാനം ചെയ്തതനുസരിച്ച് സീറോ മലബാർ സഭയുടെ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപത മുഴുവനിലും നടപ്പിലാക്കാൻ അതിരൂപതയിലെ എല്ലാ വൈദികരോടും സമർപ്പിതരോടും ആത്മായ സഹോദരങ്ങളോടും രേഖാമൂലം അഭ്യർത്ഥിക്കാൻ 32ാമത് സീറോ മലബാർ മെത്രാൻ സിനഡ് അതിൻ്റെ സമാപന ദിനമായ 2024 ജനുവരി 13-ാം തീയതി തീരുമാനിച്ചു. അന്നേ ദിവസം പുതിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ അധ്യക്ഷതയിൽ സമ്മേളിച്ച സിനഡിൽ പങ്കെടുത്ത എല്ലാ മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരും ഒപ്പുവെച്ച രേഖ സീറോ മലബാർ സഭയിലെ എല്ലാ ഇടവകകളിലും വായിക്കാനായിട്ട് പുറത്തുവിട്ടു. 49 മെത്രാന്മാരാണ് ഈ സർക്കുലറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. സർക്കുലറിൽ പറയുന്നത് ഇങ്ങനെ: സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാരായ ഞങ്ങൾ ഒരു മനസ്സോടെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സഭയുടെ ഏകീകൃത രീതിയിലുള്ള പരിശുദ്ധ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിലും 2023 ഡിസംബർ 25 മുതൽ നടപ്പിലാക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വീഡിയോ സന്ദേശത്തിലൂടെ വീണ്ടും ആഹ്വാനം ചെയ്തിരുന്നുവല്ലോ. നമ്മുടെ പരിശുദ്ധ പിതാവ് പൈതൃകമായ സ്നേഹത്തോടെ നൽകിയ ഈ ആഹ്വാനം കത്തോലിക്ക സഭാ വിശ്വാസികൾ എന്ന നിലയിൽ നിങ്ങളെല്ലാവരും ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും മാതൃകാപരമായി നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. തിരുസഭയുടെ തലവൻ എന്ന നിലയിൽ പരിശുദ്ധ പിതാവിനെ അനുസരിക്കാൻ നമുക്ക് കടമയുള്ളതിനാൽ അഭിപ്രായ ഭിന്നതകൾ മറന്ന് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയുടെ സാക്ഷ്യം നിങ്ങൾ നൽകുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന് നിങ്ങളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ മാധ്യസ്ഥ്യം നിങ്ങളോടൊത്തുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം സീറോ മലബാർ സഭയിലെ മെത്രാന്മാർ. 2024 ജനുവരി 13-ാം തീയതി നടന്ന സിനഡിൽ പങ്കെടുത്ത മെത്രാന്മാരാണ് ഈ സർക്കുലറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഈ 49 മെത്രാന്മാർ ചേർന്ന് തങ്ങളുടെ കയ്യൊപ്പോടുകൂടിയ സർക്കുലറാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്കും വൈദികർക്കും സമർപ്പിതർക്കുമായി നൽകിയിട്ടുള്ളത്.